ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ കുറഞ്ഞല്ലേ. അപ്പോൾ ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നെല്ലിക്ക, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നെല്ലിക്ക കൊണ്ട് ഒരു ലേഹ്യം നമുക്ക് റെഡിയാക്കാം. ഈ തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും രക്തം വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ നെല്ലിക്കയുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞാൽ തീരില്ലല്ലേ, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നമുക്കിതുകൊണ്ട് ഒരു ലേഹ്യം റെഡിയാക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറേ ദിവസങ്ങളോളം ഇരുന്നോളൂ കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങളോളം ഇരുന്നോളും. അപ്പോൾ ഇത് രാവിലെ ഒരു സ്പൂൺ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് രാവിലെ വയറിൽ എന്തെങ്കിലും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊരു സ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ലേഹ്യം ഒരു സ്പൂൺ കഴിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവേ. ഒരു ദോഷവശങ്ങളും ഇല്ലാത്ത നല്ലൊരു ലേഹ്യം നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നെല്ലിക്ക ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കയുടെ സീസണൊന്നും അല്ലെന്ന് തോന്നുന്നു. പക്ഷേ ചേട്ടായി മൂന്നാർ പോയപ്പോൾ കുറച്ച് മുഴുത്ത നെല്ലിക്ക കിട്ടി. അത് നാരങ്ങയുടെ വലിപ്പമുണ്ട്, വലിയ നെല്ലിക്കയാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഇങ്ങനെ ലേഹ്യം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ലേഹ്യം എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് കറിയായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടുതലൊക്കെ കഴിക്കാം. എങ്കിലും അത് വെറും വയറ്റിൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. അതിനായിട്ട് നമുക്ക് ഈ നെല്ലിക്കയെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം കാണരുത് കേട്ടോ. നമുക്ക് തുടച്ച് വൃത്തിയാക്കി വേണം ഈ നെല്ലിക്ക എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു അരിപ്പ പാത്രം വെച്ചിട്ട് അതിലേക്ക് നെല്ലിക്കയിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ആ വെള്ളത്തിലിട്ടൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലൂടെ അങ്ങ് പോകും. അതുമാത്രമല്ല നമുക്ക് കുറച്ച് ദിവസങ്ങൾ വെക്കാനും ഉള്ളതല്ലേ. അപ്പോൾ അത് ആവിക്ക് ഒരു 20 മിനിറ്റ് വേവിക്കുമ്പോഴത്തേനും ഇതുപോലെ നമുക്ക് നെല്ലിക്കയൊക്കെ ഒന്ന് വിണ്ട് കീറി വരും. ഒരു കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കുത്തുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. നമുക്കങ്ങനെ നോക്കുമ്പോൾ അറിയാം അത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നെല്ലിക്ക നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഇത് ആറാനായിട്ട് കുറച്ച് നേരം വെക്കാം. അതിനുശേഷം നന്നായിട്ട് ആറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ കുരുവെല്ലാം അടർത്തി മാറ്റണം. അപ്പോൾ കുരുവെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചോപ്പറിലേക്കിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് തീരെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതെല്ലാ ദിവസവും രാവിലെ ഈ ഒരു ലേഹ്യം ഒന്നല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പുലർച്ചെ ഭക്ഷണത്തിന് മുൻപ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള എല്ലാ ദഹന പ്രശ്നങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ, വയറിലുള്ള എല്ലാ അസ്വസ്ഥതകളും നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അത്രയും ഗുണമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പൊടിയായിട്ട് അതങ്ങ് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഈ ഒരു രൂപത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് 6 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് തീയിലിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാടി വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എത്രത്തോളം നെല്ലിക്കയാണോ എടുത്തത്, ഇപ്പോൾ ഇതിപ്പോൾ 2 കപ്പ് എനിക്കുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് തന്നെ ശർക്കരയും നമുക്ക് എടുക്കണം. എത്ര ഇപ്പോൾ നിങ്ങളിപ്പോൾ 1 കപ്പാണ് നെല്ലിക്ക എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ശർക്കരയും വേണം. 2 കപ്പാണ് 2 കപ്പ്, അങ്ങനെ ഒരേ അളവിൽ ശർക്കര എടുക്കണം. എന്നിട്ട് ഇതാദ്യം നമ്മൾ നന്നായിട്ട് ഇതുപോലെ നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറും. ഇപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് വെള്ളമൊന്നും ഊറി വരത്തില്ല കേട്ടോ. അപ്പോൾ ചോട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇളക്കി. ഓൾറെഡി ഇത് വെന്തതാണ്, എങ്കിലും നെയ്ക്കകത്ത് കിടന്നൊന്ന് വഴണ്ടി വരണം. നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം വേണം നമ്മൾക്ക് ഈ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നീട് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇപ്പം ആ നെല്ലിക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് രുചിച്ച് നോക്കുക പാകത്തിനുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവട്ടെ. അതുവരെ നമുക്കത് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. നെല്ലിക്ക അച്ചാറിടാനാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നെല്ലിക്ക കൊണ്ട് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളത് മാക്സിമം സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മറ്റ് ഇൻഡാലിയത്തിൻ്റെ അലുമിനിയത്തിൻ്റെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കൊള്ളത്തില്ലത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ ശർക്കര അങ്ങ് മെൽറ്റായി നല്ല ഒരു ദ്രാവക രൂപത്തിലേക്കായി വരുവേ. പിന്നെ അത് കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി അതിലേക്ക് പിടിച്ചു വരണം. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ.
നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നെല്ലിക്ക ഉപ്പ് കൂട്ടി കഴിക്കാനാണെങ്കിലും അച്ചാറിട്ട് കഴിക്കാൻ, ഉപ്പിലിട്ട് വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ല പച്ച നെല്ലിക്ക ചമ്മന്തി അരയ്ക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ നെല്ലിക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് ഗുണങ്ങളും കൂടെ തരും കേട്ടോ. പിന്നെ ശർക്കര ചേർക്കുന്നത് കൊണ്ട് ശർക്കരയ്ക്ക് പകരം നമുക്ക് പനങ്കൽക്കണ്ടം ആണെങ്കിലും ചേർക്കാവേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര ഉണ്ടായിരുന്നത് കൊണ്ട് ശർക്കര ചേർത്തു എന്നേ ഉള്ളൂ. പനങ്കൽക്കണ്ടവും ഇതേ അളവിൽ തന്നെ ചേർക്കണമെന്ന് മാത്രം. അപ്പം ഇത് അത്രയും ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ്. നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ പിമ്പിൾസൊക്കെ കുറയ്ക്കാനും പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. മുടി വളരാൻ സഹായിക്കും. ഗർഭിണികൾക്കൊക്കെ ആണെങ്കിൽ ഫോളിക് ആസിഡ്, ഇരുമ്പിൻ്റെ അംശമൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഗർഭിണികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവരൊക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചൊക്കെ ഇങ്ങനെ ഈ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് കഴിക്കാവുള്ളൂ കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ എന്താ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകിയതായിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം ആ ശർക്കര ചേർത്ത് കൊടുത്ത് അത് മെൽറ്റായി വന്നപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് വന്നതാണ്. നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് കുറുകി വരണം. അപ്പം ഇത് കുറുകുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുരുമുളക് പൊടി, അതിപ്പോൾ നന്നായിട്ട് പൊടിക്കണം എന്നില്ല, ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ട് ചേർത്താലും മതി. എൻ്റെ കയ്യിൽ ഇവിടെ നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഏലക്ക, ഒരു 4-5 ഏലക്ക പൊടിച്ചത് നന്നായിട്ട്, അത് 4-5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പൊടിയായിട്ട് അരിഞ്ഞ പച്ച ഇഞ്ചിയാണേ ചേർത്ത് കൊടുക്കുക. പകരം നമ്മുടെ കയ്യിൽ ഇഞ്ചിയുടെ പൗഡർ ഉണ്ടാവുമല്ലോ, ജിഞ്ചർ പൗഡർ, അതുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 4-5 മിനിറ്റോളമായി ഇവിടെ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് മിച്ചമായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. ഇനി വീണ്ടും കുറച്ച് നേരം, ഇനി ഒത്തിരി നേരം തീയിലിട്ടൊന്ന് ഒത്തിരി നേരം അങ്ങ് ഇളക്കണ്ട, തീ കുറച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക, നന്നായിട്ട് ഇളക്കി. അപ്പോൾ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കണം ഇതിലേക്ക്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ആ ഭാഗം കട്ടായിപ്പോയതെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുള്ളവർക്ക്, ഇതിപ്പോൾ മധുരവും എരിവും പിന്നെ ഈ സ്പൈസസിൻ്റെ എല്ലാ ഒരു ടേസ്റ്റും കൂടെ ഒക്കെ ആണെങ്കിൽ ഇതൊരു ശരിക്കും അത് കഴിക്കുമ്പോൾ നമുക്ക് ലേഹ്യം കഴിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാകമായിട്ടുണ്ട്. ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നതിലേക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയി. എഡിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയോ കട്ടായിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്, ഇനിയിപ്പം നെല്ലിക്ക എപ്പോൾ കിട്ടിയാലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും നല്ലതാണ്. വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ഇത് ഒരുപാട് ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ ബൈ.